نرفع الرايات سوف يعلمون أن نحن المسلمون قادمون حين نرفع الرايات سوف يعلمون أن نحن المسلمون قادمون تشهد الأيام عنا والسنون فاسألوا الأكوان عنا من نكون. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖു ഫഇന്ന സ്വദഖത തദ്ഫഉ മീതത്തസ്സൂ. നിങ്ങൾ സ്വദഖ ചെയ്യണം, ദാനധർമ്മം ചെയ്യണം. ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് ദുർമരണത്തെ തടയും എന്നാണ്. നമ്മളിപ്പോ വയനാടിന് ദുരന്തമുണ്ടായി. ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മളെല്ലാവരും സ്വതന്ത്ര ചെയ്തു. അവിടുന്ന് കയ്യഴിഞ്ഞ് നമ്മളൊക്കെ സഹായിച്ചു. അവിടെ ഒരു ദുർമരണമാണ് സംഭവിച്ചത്. ദുർമരണം എന്ന് പറഞ്ഞാൽ നേരെ പോലെ മയ്യത്ത് കുളിപ്പിക്കാനോ ബന്ധുക്കൾക്ക് മയ്യത്ത് കാണാനോ അതല്ലെങ്കിൽ വേണ്ട പോലെ കഫൻ ചെയ്യാനോ അവർ ചെയ്യാനോ ഒന്നും കഴിയാതെ ഇപ്പോഴും അവിടെ നമ്മുടെ ശരീരഭാഗങ്ങൾ വിൽക്കുകയാണല്ലോ 2 മാസത്തോളമായി. അതൊക്കെ ഒരു വിഷമം പിടിക്കുന്ന മരണങ്ങളാണ്. ആ മരണങ്ങളിൽ നിന്ന് കാക്കാൻ, അതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ, അങ്ങനെ ഒരു മരണം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര ചെയ്തോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ മുത്തുനബി പറഞ്ഞത് കാണാം, ഇന്ന സ്വദഖത, സ്വദഖ എന്നുള്ളത്, ദാനധർമ്മം എന്നുള്ളത്, അത് തുത്ഫിഉ നാറ ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ തീയിനെ കെടുത്തും. തീയിനെ കെടുത്താനുള്ള, നരകത്തിന്റെ തീയെ കെടുത്താനുള്ള വെള്ളമാണ് സ്വദഖ എന്നത് വേറൊരു ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ, നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ എന്നുള്ളത് അത് അസ്വദഖതു റദ്ദുൽ ബലായ, വിപത്തുകളെ പറ്റും. അള്ളാഹു നമുക്ക് വിപത്തുകൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ നൽകുന്നതിന്റെ, നമ്മെ പ്രസവിക്കുന്നതിന്റെ 4 മാസങ്ങൾക്ക് മുൻപ്, നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തുന്ന, എന്തൊക്കെ വേണം, ഇനി എന്നാ മരിക്കേണ്ടത് ഒക്കെ രേഖപ്പെടുത്തിയിട്ടാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പുറത്തു വരണം. അപ്പൊ ആ രേഖയിലുള്ള എന്തെങ്കിലും അപകടങ്ങൾ, എന്തെങ്കിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള കഴിവ് സ്വതന്ത്രത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ ദാനധർമ്മം നല്ലോണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു തന്നിട്ട് നബിയോട് ആര് എന്ത് വന്ന് ചോദിച്ചാലും വെറുതെ മടക്കുന്ന ഒരു സ്വഭാവമില്ല. ഒരു ദിവസം പോലും നബിക്ക് സ്വതന്ത്ര ചെയ്യാത്ത ദിവസം കടന്നു പോയിട്ടില്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട് നബി. ഒന്നുമില്ലാതെ നബിയുടെ വീട്ടിൽ 9 വീട്ടിലും ദിവസങ്ങളോളം തീ പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായി. എന്നാലും ഒരു ദിവസം പോലും സ്വതന്ത്ര ചെയ്യാത്ത ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ്. അത് നമുക്ക് മാതൃകയാണ്. സ്വഹാബത്തിന്റെ ദാനധർമ്മക്ക് വലിയ മാതൃകയാണ്. എന്നാൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സ്വതന്ത്ര ഏതാണ്? ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സ്വതന്ത്ര മുത്തുനബിക്ക് വേണ്ടിയിട്ട് സ്വതന്ത്ര ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. പള്ളിക്ക് വേണ്ടി സ്വതന്ത്ര ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലം മുത്തുനബി. കാരണം ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി, പള്ളി അള്ളാഹിന്റെ സൃഷ്ടിയാണ്, സ്വർഗം അള്ളാഹിന്റെ സൃഷ്ടിയാണ്, നരകം അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സിംഹാസനം അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടി കഅബ അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഖൽഖിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ, അതായത് അള്ളാഹ് ഖാലിഖാണ്, ബാക്കിയൊക്കെ ഖൽഖാണ്, സൃഷ്ടിയാണ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ചെലവഴിക്കും. മുളഫർ രാജാവാണ് പറഞ്ഞത്, ഒരു ആലിമല്ല, ഒരു വലിയല്ല, ഒരു സയ്യിദല്ല, ഒരു നബിയല്ല, ഒരു സാധാരണക്കാരനായ ഒരു രാജാവ്, രാജ്യം ഭരിക്കുന്ന രാജാവ് പറയാണ്,
അയാൾ കിതാബ് ഓതിയിട്ട് എഴുതുമ്പോൾ അയാൾ പറയണം ഉഹദ് മലയോളം എനിക്ക് സ്വർണം കിട്ടുകയാണെങ്കിൽ, ഉഹദ് മലയോളം ലോകത്തെ ഏറ്റവും വലിയ മലകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മലയാണ് ഉഹദ് മല. ഉഹദ് മലയോളം എനിക്ക് സ്വർണം കിട്ടുകയാണെങ്കിൽ ആ സ്വർണം മുഴുവനും ഞാൻ മുത്തുനബിയുടെ മൗലിദിന് വേണ്ടി ചെലവഴിക്കണം. ഒരു രാജാവ് അങ്ങനെ പറയണത്, ഒരു ആരും അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ പറയണമെങ്കിൽ ഓട്ടോ അത് പിന്നെ തിരിച്ചറിയണം. ഇതൊരു രാജാവ്, സാധാരണക്കാരനായ ഒരു നാടനായ ഒരു രാജാവ് പറയണം എനിക്ക് ഉഹദ് മല സ്വർണ്ണമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ, അതിന്റെ കാൽഭാഗം, അതിന്റെ പകുതി ഭാഗം, മുക്കാൽ ഭാഗം തന്നെ, അത് മുഴുവൻ ഞാൻ നബിയുടെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്തുള്ള ഇപ്പൊ വെള്ളം കരങ്ങിട്ട് മീൻ പിടിക്കാൻ പലരും ശ്രമിക്കുന്നത്, നബിദിനം നടത്താൻ പാടില്ല, നബിദിനം വെട്ടിച്ചുരുക്കണം, വയനാട് ഭയങ്കര ദുരന്തത്തിലൊക്കെ നബിദിനത്തിന് ചെലവാക്കണ പൈസ ഒക്കെ വയനാട്ടിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് മുനാഫിക്കുള്ള പരിപാടിയാണ്. നബിദിനം നടത്തുക എന്നുള്ളത്, അതിന് കാശ് ചെലവാക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഇബാദത്താണ്. ഇബാദത്ത് വെട്ടിച്ചുരുക്കുന്നത് സ്നേഹിക്കാൻ പാടില്ല, മൂന്നാൾക്കാരെ സ്നേഹിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ള സമയത്ത് വയനാട്ടിൽ പോകണം എന്ന് ആൾക്കാർ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കില്ല, അവിടെയുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇബാദത്ത് വെട്ടി കുറക്കാൻ പാടില്ല. അതേപോലത്തെ ഒരു ഇബാദത്താണ് റസൂലുള്ളാഹിന്റെ ജന്മദിനം എന്നുള്ളത്, മൗലിദ് ആഘോഷം എന്നുള്ളത്. ആ ഇബാദത്ത് ഞാനൊരു വിശ്വാസിയാണെന്ന് തെളിയിക്കാനുള്ള അവസരം, ഞാനൊരു വിശ്വാസിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടാനുള്ള അവസരം, ഇത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാനുള്ള അവസരം, അള്ളാന്റെ മുന്നിൽ 100% പിന്നെ തെളിയിക്കാനുള്ള അവസരം, ഞാനൊരു വിശ്വാസിയാണ് പഠിച്ചവനെ എന്ന് അള്ളാന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് റബീഉൽ മാസം. അപ്പൊ അവിടെ എത്ര ചെലവഴിച്ചാലും മതി വരില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നേരം വെളുത്താൽ 2 മലക്കുകൾ വന്ന് ദുആ ചെയ്യും. 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ദുആ ചെയ്യും. അതിലൊരു മലക്ക് അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, ഓരോരുത്തരും അടുത്ത് വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് വന്ന് നമ്മളൊക്കെ വന്ന് ഇന്ന് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു മലക്ക് 2 മലക്കുകൾ വന്നിട്ട് ദുആ ചെയ്യാം. ഓരോരുത്തരും അടുത്ത് വന്നിട്ട് ദുആ ചെയ്യും. ഇത് നിങ്ങൾ പറഞ്ഞതാണ്. ഒരു മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ഇന്ന് ഇവൻ എന്തെങ്കിലും അന്റെ പൊരുത്തത്തിലായിട്ട് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പകരം ഇരട്ടി കൊടുക്കണേ. വേറൊരു മലക്ക് അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, ഇന്ന് ഒന്നും സ്വതക്ക ചെയ്യണില്ല, പിടിച്ചു വെച്ചിരിക്കുകയാണ് എങ്കിൽ ഓന്റെ മുഴുവൻ സമ്പത്തിന് നാശം കൊടുക്കണേ. മലക്കാണ് വെറും വയറ്റിൽ വന്നിട്ട് 2 മലക്കുകൾ ദുആ ചെയ്യുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അല്ലാഹു എന്താണോ തന്നിട്ടുള്ളത്, കാശന്നെ ആവണം എന്നില്ല അല്ലാഹു തന്നത്. അല്ലാഹു എന്താണോ തന്നിട്ടുള്ളത് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കുക. അതാണ് സ്വതഖ എന്നുള്ളത്. ആ സ്വതഖ ഒരുപാട് അപകടങ്ങളെ, ഒരുപാട് പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യും, മനസ്സിന് സന്തോഷം നൽകും, മാനസികമായ ഉല്ലാസം നൽകും എന്നൊക്കെയാണ്. അതിന്റെ പ്രതിഫലം വേറെ, പക്ഷെ അതിന്റെ ഗുണങ്ങൾ കറക്റ്റാണ്. സ്വതക്ക ചെയ്താലുള്ള പ്രതിഫലം വലിയ പ്രതിഫലമാണ് സ്വതക്ക ചെയ്താലുള്ളത്. പക്ഷെ അത് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളൊക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് സ്വതക്ക ചെയ്യുന്ന സംഭവങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പ്രസംഗിക്കാൻ ഒരു ആയത്തപ്പെട്ടിറങ്ങിയത്, ആ ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയ ഉടനെ സഹാബത്തിന്റെ മുന്നിൽ ലഭിക്കുന്ന എഴുന്നേറ്റിട്ട് ആ ആയത്ത് പ്രസംഗിച്ചു കൊടുക്കണം. നിങ്ങൾ നന്മ ചെയ്തവരാവുകയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇഷ്ടമുള്ളത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തതല്ല ചെലവഴിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ നല്ലവരാവുകയില്ല.
തിന്നും, അതിലൂടെ അരുവി ഒഴുകുന്നുണ്ട്, അരുവിയിൽ നിന്ന് വെള്ളം കൂടി കുടിക്കും, എന്നിട്ട് അവിടെ അങ്ങനെ ആശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുക ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടത് അബൂതൽഹാങ്ങളുടെ സമ്പത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത്. ഈ പ്രസംഗമാണ് പ്രസംഗിച്ചപ്പോൾ ആ സദസ്സന് അബൂതൽഹാൻ എഴുന്നേറ്റ് പറയുന്നത്, എൻ്റെ വയോഹാണ് തോട്ടം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നബിയെ. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത്, അത് ഞാൻ സ്വതന്ത്ര ചെയ്തിരിക്കുന്ന നബിയെ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കാം, ഞാനതാ അത് സംഭാവന ചെയ്തിരിക്കുന്നു. റസൂലവനോട് കണ്ണ് നിറച്ചിട്ട് പറഞ്ഞു, സന്തോഷത്തോടെ നബി പറയും, വല്ലാത്തൊരു ലാഭ കച്ചവടമാണല്ലോ അബൂതൽഹാൻ ചെയ്തത്. ഭയങ്കര ലാഭടിച്ചല്ലോ നിങ്ങളുടെ ഈ കച്ചവടത്തിന് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. അത് മുത്തുനബിയുടെ ജന്മദിനാഘോഷ പരിപാടികളാകുമ്പോൾ പറയേണ്ടതില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഒരു ഹദീസ് കൂടി പറയാൻ അവസാനിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബികളെ, നിങ്ങളുടെ മുതലിനോടാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതല്ല നിങ്ങളുടെ അനന്തരാവകാശങ്ങളുടെ മുതലിനോടാണോ നിങ്ങൾക്ക് ഇഷ്ടം? സ്വഹാബത്തിനത് മനസ്സിലായിരുന്നോ ചോദിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? ഞങ്ങളുടെ മുതലുണ്ടാവും, ഞങ്ങളുടെ മുതലിനോടല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങളുടെ അനന്തരാവകാശങ്ങളുടെ മുതൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് താല്പര്യപ്പെട്ടിട്ടുണ്ട് കാര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെലവഴിച്ചതാണ്. നിങ്ങൾ ബാങ്കിൽ ഇട്ട നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, നിങ്ങൾ എടുത്തു വെച്ച്, നിങ്ങൾ സമ്പാദിച്ച് അധ്വാനിച്ച് നിങ്ങൾ എടുത്തു വെച്ച് സമ്പാദ്യമുണ്ടല്ലോ, അത് നിങ്ങളുടെ അനന്തരാവകാശികളുടേതാണ്, നിങ്ങളുടെ മക്കളുടേതാണ്, നിങ്ങളുടേതല്ല. അതൊന്നും ഇങ്ങനെ പ്രേമിച്ച് കൂടുന്ന ദിനങ്ങൾ നിങ്ങളത് ചെലവാക്കിയിട്ട് നിങ്ങളെ മുതലിന് ഇഷ്ടപ്പെട്ടാൽ ചെലവഴിക്കുന്നത് എന്തോ അതാണ് നിങ്ങളുടെ മുതൽ. ചെലവഴിക്കാതെ എടുത്തു വെക്കുന്നത് അനന്തരാവകാശികളുടെ മുതലാണ്. വലിയൊരു അർത്ഥമാണ്. നമ്മൾ തിരിച്ചല്ലേ ചെയ്യണത്? ചെലവാക്കാൻ കുറച്ച് പണിയാണ്. സ്വന്തം കുടുംബത്തിലേക്ക് ചെലവാക്കുകയാണെങ്കിൽ എനിക്കൊരു രോഗം വന്നാൽ ഞാനത് ഡോക്ടർക്ക് പോയി ചികിത്സിക്കാൻ പോയപ്പോൾ പണിയാണ്. എൻ്റെ എൻ്റെ ബാങ്ക് ബാലൻസ് കുറയോ എന്ന് പഠിച്ചു വെച്ചു, ഞാനത് ബാങ്കിലിടുക, ഞാനത് എടുത്തേക്കാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി. അത് എൻ്റെതല്ലാത്ത മുതലായി മാറി. ആ മുതലിനെ എങ്ങനെ പ്രയോഗിക്കണ്ട, എൻ്റെ മുതലിനെ പ്രയോഗിച്ചോ എന്ന് മഹാനായ ഈ കിട്ടുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മൾ നബിദിനാഘോഷമൊക്കെ കുറച്ച് ആ ഫണ്ടൊക്കെ നമ്മൾ വെട്ടിച്ചുരുക്കി അത് നമ്മൾ വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി വയനാട് ദുരന്തം അത് കുറ്റിപ്പുറം ദുരന്തമായി മാറും, അത് മാണൂർ ദുരന്തമായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നന്നായി കൊടുക്കാൻ വേണ്ടി അള്ളാന്റെ പരീക്ഷണത്തിൽ നമ്മൾ കുരുങ്ങിയിട്ടുണ്ട് എന്ന് അള്ളാഹ് ബോധ്യപ്പെട്ടാൽ അള്ളാഹു ശാന്തനാകും. അവിടെ അള്ളാഹെ ശാന്തനാക്കാനുള്ള വഴി, നരകത്തിനെപ്പോലും ശാന്തമാക്കാനുള്ള വഴി അസ്വദഖ, നന്നായി ദാനധർമ്മം ചെയ്യുക എന്നല്ല. ഒരു മഹല്ലിൽ നടക്കുന്ന ആഘോഷവും ഒരു മഹല്ലിൽ നടക്കുന്ന ആനന്ദവും ഏറ്റവും വലിയത് റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷ പരിപാടിയായിരിക്കും. അതിനേക്കാൾ വലുതാവാൻ പാടില്ല എന്റെ മോളുടെ കല്യാണം, അതിനേക്കാൾ വലുതാവാൻ പാടില്ല എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ, അതിനേക്കാൾ വലുതാവാൻ പാടില്ല എന്റെ വീട് ഇത്തരം കുറ്റൂസിരുന്നു. റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷത്തിന് ആരെങ്കിലും മറികടക്കാൻ ശ്രമിച്ചാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന്. അതായിരുന്നു ഏറ്റവും വലിയത്. ഇതിനേക്കാളും ഉപരി എന്നെ സ്നേഹിക്കണം, അപ്പോഴേക്ക് മുഅ്മിനാവുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഅ്മിനാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഈ സമയം കാശുള്ളവർ കാശ് കൊടുത്തു, സംസാരം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് സദഖ ചെയ്യാൻ പറ്റിയ പറഞ്ഞത് ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ സത്യവിശ്വാസികളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും സ്വതന്ത്രയാണ്. ഒന്ന് ചിരിച്ചു കൊടുക്കുക ഒരു വിശ്വാസികളുടെ മുഖത്ത് നോക്കി. നബിദിനാഘോഷ പരിപാടികൾ എന്തായി അന്വേഷിക്കുക, അതിന്റെ കൂടെ നിൽക്കുക, ശാരീരിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഏത് സ്വതന്ത്രയാണോ ചെയ്യാൻ പറ്റുന്നത് ആ സ്വതന്ത്ര ചെയ്ത് ഞാനൊരു വിശ്വാസിയാണ് എന്ന് അല്ലാഹുവിന്റെ മുന്നിൽ തെളിയിക്കാൻ പറ്റിയ ഈ സുവർണ്ണ അവസരം ഞാൻ നിങ്ങളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഇന്നത്തെ ഈ പ്രഭാതം നിങ്ങൾക്ക് ഹൈറാക്കി ഈ ഹദീസ് കേട്ടതിന്റെ ഈ ഹദീസിന്റെ സദസ്സിലിരിക്കുന്നതിന്റെ ഭാഗം കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഒരു ആപത്ത് മുസീബത്ത് ഞങ്ങളുടെ ഒരു ഞരമ്പിലും ഞങ്ങളുടെ ഒരു കോശത്തിലും ഞങ്ങളുടെ ഒരു ശ്വാസത്തിലും നിനക്ക് പൊരുത്തല്ലാതെ സംഭവിക്കരുത്. ഇന്ന് ഒരു ഹറാമായ ഒരു വായു ശ്വസിക്കേണ്ട അവസ്ഥ വരുന്നില്ല റബ്ബേ. ഒരു ഹറാമിന്റെ മറ്റ് ഞങ്ങളുടെ ആമാശയത്തിലേക്ക് ഇറക്കരുത് റബ്ബേ. പഠിച്ചോനെ, ഇന്ന് ഞങ്ങൾ തെണ്ടേണ്ട ഒരവസ്ഥ വരുന്നില്ല
എന്നീകൾ മുത്തനബിയുടെ ഹദീസാണ് കേട്ടത്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഞങ്ങൾ അതേ സംരക്ഷിക്കണേ. ഹബീബിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഐക്യത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. അവസാനം മുത്തനബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ ജിവാറിനായിട്ട് ഇടം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.